ഹായ് മക്കളെ, അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ +1 ബയോളജി എക്സാം ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സുവോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് പറയുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും കൃത്യമായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഞാൻ ഇതൊരു തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ പോലെയാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ ഏതൊക്കെ ഓർഡറിൽ പഠിക്കണം എന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. സുവോളജിയിൽ ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട യൂണിറ്റ് ആണ് ഹ്യൂമൻ ഫിസിയോളജി. ഹ്യൂമൻ ഫിസിയോളജി നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്ന ഓരോരോ പ്രോസസ്സിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ റെസ്പിറേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ റെസ്പിറേഷൻ വരുമ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കണം. ഹ്യൂമൻ്റെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കണം. അതിൻ്റെ ഫിഗറുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അതിൻ്റെ ഫ്ലോ ചാർട്ട് കൃത്യമായി പഠിച്ചിരിക്കണം. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം വിത്ത് ഫ്ലോ ചാർട്ട് വിത്ത് ഫിഗർ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. എന്താണ് ഇൻസ്പിറേഷൻ, എന്താണ് എക്സ്പിറേഷൻ, അതിൽ തമ്മിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്, എന്ത് കൂടുമ്പോൾ എന്ത് കുറയുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത നമ്മുടെ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് നമ്മുടെ ടൈറ്റിൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, അത് ഉൾപ്പെടുന്ന റെസ്പിറേറ്ററി കപ്പാസിറ്റികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. അതും കവർ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച്. നമുക്കറിയാം റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ആണ്. ഓക്സിജൻ എടുക്കുക, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് കൃത്യമായി പഠിച്ചിരിക്കണം. അതിലൊരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഉണ്ട്. ആ സിഗ്മോയിഡ് കർവ് കൃത്യമായിട്ട് നമ്മൾ ഗ്രാഫോടെ തന്നെ പഠിക്കുക. അടുത്ത് വരുന്നത് റെഗുലേഷൻ ഓഫ് ഡിസോർഡേഴ്സ്. നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് പ്രോസസ് പഠിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം അതിന്റെ റെഗുലേഷൻ. എന്ത് കൂടുന്നുണ്ടോ, ആരാണ് കുറയ്ക്കുന്നത്, അതിന്റെ ഫാക്ടറുകൾ ഉണ്ടോ ഇല്ലയോ, അത് കൃത്യമായി പഠിച്ചിരിക്കുക. പിന്നെ അതിന്റെ ഡിസോർഡേഴ്സ് എന്താണ്, അതിന്റെ അസുഖങ്ങൾ വരാനുള്ള കാരണം എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതോടുകൂടി ആര് കഴിഞ്ഞു? നമ്മുടെ റെസ്പിറേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊരു പ്രോസസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക, നമ്മുടെ ബോഡിയിലെ പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഫിഗർ, എക്സാമ്പിളുകൾ, പിന്നെ ഡിസോർഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പഠിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ. നമുക്കറിയാം എന്താണ് ബ്ലഡ്. ബ്ലഡിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? പ്ലാസ്മ, എലമെന്റ്സ്, ബ്ലഡിന്റെ എലമെന്റ്സ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിച്ചിരിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആർച്ച് ഗ്രൂപ്പിംഗ്. അതിൽ വരുന്ന അസുഖം എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന അസുഖം, അത് മാർക്ക് ചെയ്തതിൽ പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫൈബ്രിൻ നെറ്റ്വർക്ക് മൂലം നമ്മൾ ബ്ലഡ് എക്സസീവ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ കാര്യം കൃത്യമായി പഠിക്കണം. അതിന്റെ സ്റ്റെപ്പുകൾ പഠിക്കണം. ത്രോംബിൻ ആക്കുന്നുണ്ട്, ത്രോംബോകൈനേസ് എൻസൈം ആക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുക. അടുത്ത പാത്വേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, ആരിലൊക്കെയാണ് അത് കാണപ്പെടുന്നത്, വിത്ത് എക്സാമ്പിളുകൾ മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ടിന്റെ ഫിഗർ, കാർഡിയക് സൈക്കിൾ വരുന്നുണ്ട്, ഡബിൾ സർക്കുലേഷൻ വരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഹ്യൂമന്റെ സർക്കുലേറ്ററി സിസ്റ്റം കൃത്യമായി പഠിക്കണം. അതിൽ നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ മെയിൻ ഓർഗൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ ട്രൈകസ്പിഡ് വാൾവിന്റെ പൊസിഷൻ, ബൈകസ്പിഡ് വാൾവിന്റെ പൊസിഷൻ, പിന്നെ അല്ലാതെ നമ്മുടെ എസ് എ നോഡ്, എ വി നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്, അതിന്റെ എല്ലാത്തിന്റെ ഒരു ഓർഡർ കൃത്യമായി പഠിച്ചു വയ്ക്കുക. കാർഡിയാക് സൈക്കിളുകൾ പഠിക്കണം, അതിന്റെ പ്രോസസ് പഠിക്കണം, അതിന്റെ ടൈം പഠിക്കണം, കാർഡിയാക് ഔട്ട്പുട്ട് പഠിക്കണം. ഇത്രയും കൃത്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വരിക. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ റെഗുലേഷനും ഡിസോർഡേഴ്സും, നമ്മുടെ ANF ഫാക്ടർ ആവട്ടെ, പിന്നെ ഡിസോർഡേഴ്സ്, നമുക്കുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ, അങ്കേന പെക്ടോറിസ്, നമ്മുടെ CAD, ഇതൊക്കെ എന്താണ് അതിൽ വരുന്ന ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു ഓർഡർ തന്നെ പഠിക്കുക. ആദ്യം പ്രോസസ് പഠിക്കുക, നമ്മുടെ ബോഡി നടക്കുന്ന കാര്യങ്ങളാണ്, അതിന്റെ പ്രോസസ് പഠിക്കണം, വിത്ത് ഫിഗർ പഠിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്ന എവിടെയാണ്, നമ്മുടെ ഡിസോർഡേഴ്സിലും ബാക്കി കാര്യങ്ങളാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീഷൻ നമുക്കറിയാം നമ്മുടെ ബോഡി നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. അപ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം വിത്ത് ഫിഗർ പഠിക്കണം. നമ്മുടെ ആരൊക്കെ ഫിഗർ വരും അതിൽ? നമ്മുടെ കിഡ്നിയുടെ ഫിഗർ വരുന്നുണ്ട്, നെഫ്രോൺസിന്റെ ഫിഗർ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യൂറിൻ ഫോമേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? നമ്മുടെ എക്സ്ക്രീഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സുകൾ കൃത്യമായി പഠിക്കണം. നെക്സ്റ്റ് റീനൽ ട്യൂബ്യൂൾസ്. എന്താണ് റീനൽ ട്യൂബ്യൂൾസ്? നമുക്കറിയാം ഹെൻലീസ് ലൂപ്പ്, വാസ റെക്റ്റ, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ്, ഇതിൻ്റെയൊക്കെ ഓരോ ഫംഗ്ഷനുകൾ കൃത്യമായി പഠിക്കുക. ഹെൻലീസ് ലൂപ്പ്, വാസ റെക്റ്റ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൗണ്ടർ കറന്റ് മെക്കാനിസം വരുന്നുണ്ട് അതിൽ. പിന്നെന്താണ് യൂറിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയുമാണ്. നമ്മുടെ ആ ഒരു മെഡുലയുടെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്യുറേറ്റ്ലി എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ലാസ്റ്റ് എല്ലാത്തിൻ്റെ അവസാനം പോലെ റെഗുലേഷനും ഡിസോർഡറുകളും പഠിച്ചിരിക്കുക. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, എക്സ്ക്രീഷൻ കഴിഞ്ഞു. അപ്പോൾ 3 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. സിമ്പിൾ ചാപ്റ്ററാണ്. ഫസ്റ്റ് പഠിക്കുന്നതാണ് എന്താണ് മസിൽ ഫൈബറിനെ കുറിച്ച് പഠിക്കുക. മസിൽ ഫൈബറുകൾ
ടൈപ്പ് ഓഫ് മസിൽസും ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ 3 ടൈപ്പ് മസിൽസ് ഉണ്ട്, സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്, വിസറൽ മസിൽസ് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. പിന്നെ മൂവ്മെന്റുകൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട്, അത് പഠിച്ചിരിക്കണം. പിന്നെ സ്ട്രക്ചർ ഓഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മസിൽ ബണ്ടിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ കൃത്യമായിട്ട് ഫിഗർ ഉൾപ്പെടെ അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം ആക്റ്റിന്റെ മയോസിനും, എവിടെയാണ് ആക്റ്റിൻ കാണപ്പെടുന്നു, എവിടെ മയോസിൻ കാണപ്പെടുന്നു, അതിന്റെ സ്ട്രക്ചറുകൾ കൃത്യമായി പഠിക്കണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മസിൽ കോൺട്രാക്ഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസിൽ കോൺട്രാക്ഷൻ. അത് കൃത്യമായി വിത്ത് ഫിഗർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചിരിക്കണം. അപ്പോൾ അതോടുകൂടി ആയത് കഴിഞ്ഞ് നമ്മുടെ മസിലിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സാർക്കോമിയറിന്റെ ഒരു ഫിഗർ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സാർക്കോമിയർ ഏത് മുതൽ ഏത് വരെയാണ്, എച്ച് ലൈൻ, ഇസഡ് ലൈൻ എല്ലാം കൃത്യമായി പഠിക്കുക. ഐ ബാൻഡ്, എ ബാൻഡ് എല്ലാം കൃത്യമായി പഠിക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റം നമുക്കറിയാം, ആക്സിയൽ സ്കെൽട്ടൻ ഉണ്ട്, അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ഉണ്ട്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ, അപ്പൻഡിക്കുലർ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എത്രയൊക്കെ ബോണുകൾ എവിടെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ പൊസിഷനുകൾ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ജോയിന്റുകൾ. എത്ര തരം ജോയിന്റുകളുണ്ട്, അതിൻ്റെ പൊസിഷൻസ് കൃത്യമായി പഠിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, നമ്മുടെ പിവോട്ട് ജോയിന്റ്, നമ്മുടെ ഈ ഒരു അറ്റ്ലസിൻ്റെയും ഇതിൻ്റെ ഇടയിൽ വരുന്ന പിവറ്റ് ജോയിന്റിന്റെ എക്സാമ്പിൾ, പിന്നെ സാഡിൽ ജോയിന്റ് എക്സാമ്പിൾ, ഗ്ലൈഡിംഗ് ജോയിന്റ്, ഇതെല്ലാം തന്നെ കൃത്യമായി പഠിക്കുക. പിന്നെ ഓരോ ബോണിന്റെ പേര് നമ്മൾ പഠിക്കണം. ഇപ്പം ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമറസ്, റേഡിയസ്, അൽന, കാർപ്പൽ, മെറ്റാകാർപ്പൽസ്, ഫലഞ്ചസ്, അതേമാതിരി എല്ലാത്തിൻ്റെ ബോണുകൾ, പെക്ടറോഗ്രിഡിൽ, പെൽവിഗ്രിഡിൽ എത്ര ബോണുകളുണ്ട്, ഓരോ ബോൺസിന്റെ പേരുകൾ, സ്കാപ്പുല, അതിൻ്റെ റിഡ്ജുകൾ, എവിടെയൊക്കെ റിഡ്ജുകളുണ്ട്, കൃത്യമായി ആക്യുറേറ്റ്ലി നമുക്ക് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫുൾ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. കാര്യം ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം, വൺ വേർഡുകൾ ചോദിക്കാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഈ ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കാനുള്ള കാരണം എന്താണ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, വൺ വേർഡുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണം, ഡിസോർഡേഴ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് തന്നെ വെക്കണം. അടുത്ത് ന്യൂറൽ കൺട്രോൾ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ആര് മാത്രം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് ബ്രെയിനാണ് നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യം. അപ്പോൾ പിന്നെ അതിൽ വിട്ടുപോകാത്ത ഒരു കാര്യം വിസറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. എല്ലാവരും വിട്ടുപോകുന്നതാണ്, അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. വിസറൽ നെർവസ് സിസ്റ്റം വൺ വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്, അതിൽ പറയുന്ന ഒരേ ഒരു കാര്യം എന്താ, ന്യൂറോണിന്റെ സ്ട്രക്ചർ വിത്ത് ഫിഗർ അടയാളപ്പെടുത്തി തന്നെ പഠിക്കണം. ന്യൂറോണിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ, നമ്മുടെ ആക്സോണിൽ കൂടെ ഇമ്പൾസ് കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു ന്യൂറോണിൽ മറ്റൊരു ന്യൂറോൺ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, ഒരു സിനാപ്സിന്റെ ഫിഗർ ഉണ്ട് ടെക്സ്റ്റിൽ, കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്റർ, മൂവ്മെന്റ്, കാര്യങ്ങളെല്ലാം തന്നെ അതിലുണ്ട്. കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അത് പിന്നെ ബ്രെയിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അറിയാം, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ്റെ ഭാഗം അടയാളപ്പെടുത്താൻ പഠിക്കുക. ഏതാണ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിനിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട്, മറ്റേ സെറിബ്രൽ അക്യൂഡക്റ്റിന്റെ ഫംഗ്ഷൻസ്, നമ്മുടെ കോർപ്പറ, ക്വാഡ്രിഗമിന, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, അതെവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ പോൺസ് റീജിയൻ, മിഡുലർ റീജിയൻ, അതൊക്കെ ഹൈൻഡ് ബ്രെയിനിലുള്ള റീജിയൻസ് ആണ്. അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, ഫംഗ്ഷൻസ് എന്താണ്, നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതോടുകൂടി ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു, ന്യൂറൽ കൺട്രോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ. കെമിക്കൽ കോർഡിനേഷൻ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിപ്പ് ഒന്നും തന്നെ ഇല്ല. എല്ലാ ഗ്ലാൻസും അതിൻ്റെ ഫംഗ്ഷൻസും പഠിക്കണം. എല്ലാ ഗ്ലാൻസും അത് സെക്രറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷൻസും പഠിച്ചിരിക്കണം. നമുക്കറിയാം നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മെയിൻ ആയിട്ട് നമ്മൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമാണ്. നമുക്ക് ചോദിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വരും. ഹൈപ്പോതലാമസ് എല്ലാ ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു, വിത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സഹായത്തോടെ എല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നു. അതേ നമുക്കറിയാൻ പറ്റും. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് അഡിനോ ഹൈപ്പോഫൈസ് ഉണ്ട്, ന്യൂറോ ഹൈപ്പോഫൈസിസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഹൈപ്പോഫൈസിസ് എന്നാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്, ഹൈപ്പോതലാമസിന് തന്നെ ഇൻഹിബിറ്ററി ഹോർമോണുകൾ, റിലീസിങ് ഹോർമോണുകൾ, എക്സാമ്പിളുകൾ, പിന്നെ ആക്രോമെഗലി, ജൈജാൻഡിസം പോലുള്ള ഓരോ ലോകങ്ങൾ കൃത്യമായിട്ട് ഓരോ ടേംസ് നിങ്ങൾ ആക്യുറേറ്റ്ലി പഠിക്കുക. പിന്നെ പീനിയൽ ഗ്ലാൻഡ് മുതൽ തൈറോയിഡ്, പാരാതൈറോയിഡ്, പാങ്ക്രിയാസ്, പിന്നെ നമ്മുടെ ഗൊണാഡ്സ്, ടെസ്റ്റിസ്, ഓവറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡുകൾ, അതിൻ്റെ ഫിഗറുകൾ കൃത്യമായിട്ടും ഓരോ ഫിഗർ, അതിൻ്റെ ഹോർമോണുകൾ, ഏതൊക്കെ ഗ്ലാൻഡുകൾ, അതിൻ്റെ ഹോർമോൺസ്, പൊസിഷൻ, ഫംഗ്ഷനുകൾ കൃത്യമായി പഠിച്ചിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ഹോർമോണിൻ്റെ ആക്ഷൻ. നമ്മളെ ഹോർമോൺ ആക്ഷൻ നമ്മൾ ലാസ്റ്റ് ടെക്സ്റ്റിൽ രണ്ട് ഫിഗർ ഉണ്ട്, പ്രോട്ടീൻ ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ആക്ഷൻ കാണിക്കുന്ന ഫിഗറുകൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏതൊക്കെ ഹോർമോണുകളാണ് ഏതൊക്കെ ടൈപ്പിൽ വരുന്നത്, പ്രോട്ടീൻ ഹോർമോൺ ഏതൊക്കെ, സ്റ്റിറോയിഡ് ഹോർമോൺ ഏതൊക്കെയെന്ന് തരംതിരിച്ച് പഠിക്കുക. പിന്നെ അതിൻ്റെ ആക്ഷൻ കൂടെ പഠിക്കുമ്പോൾ എന്ത് കഴിഞ്ഞു, നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫിസിയോളജി 6 ചാപ്റ്ററുകൾ ആദ്യം തന്നെ പക്കയായിട്ട് പഠിച്ചു വയ്ക്കുക. എളുപ്പമാണ്. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോവുക. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മ നിൽക്കും. റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അടുത്ത് നമുക്കറിയാം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് അനിമൽസ്. സിമ്പിളാണ്, ഒന്നും തന്നെയില്ല. അവിടെ ഉള്ളതിൽ ഫ്രോഗിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. പിന്നെ എന്താണ്, ഫ്രോഗിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വേറെ ഒന്നും തന്നെ അതിനകത്തില്ല.
ഇത്ര കാര്യങ്ങൾ മുമ്പ് എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഫ്രോഗ്, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വിത്ത് ഫിഗർ മക്കളെ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, അടയാളപ്പെടുത്താൻ പഠിക്കണം. റിപ്പീറ്റേറ്റീവ് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. ഫിഗർ തന്നിട്ടുണ്ട്. പണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രമേ തരത്തുള്ളവരായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്ത് തരുന്നുണ്ട് അവർ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തരുന്നുണ്ട്. ഫുൾ മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? എല്ലാം നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കാം. പിന്നെ ഒരു അടുത്ത സിമ്പിൾ ഒരു ചാപ്റ്ററാണ് സുവോളജിയിൽ. ഏതാണ്? ലിവിംഗ് വേൾഡ്. 1 or 2 മാർക്കിനോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അത്, ലിവിംഗ് വേൾഡ്. സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ 3-4 വാക്കുകൾ മാത്രം. ഒന്ന്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതിന്റെ ഫംഗ്ഷൻസ് ആരാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിന്റെ കാര്യങ്ങൾ. പിന്നെ ടാക്സോണമി എന്താണ്, അതിന്റെ ബ്രാഞ്ച് എന്താണ്, അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. പിന്നെ ടാക്സോണമിക്കൽ ഹൈറാർക്കി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ആ ടെക്സ്റ്റിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ജീവികൾ, നമ്മുടെ മാഗ്നിഫറ ഇൻഡിക്ക, നമ്മുടെ ഹ്യൂമൻ്റെ ഹോമോസാപ്പിയൻസിന്റെ കാര്യം, ഓരോ ഡിഫറെന്റ് ജീവികളെ കുറിച്ചുള്ള അവരുടെ ടാക്സോണമിക്കൽ ഹൈറാർക്കി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 1 വേർഡ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഏത് ചാപ്റ്റർ വരുന്നില്ല? ലിവിംഗ് വേൾഡ് എക്സ്പെക്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ഒരു 1 വേർഡ് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്ററാണ് ലിവിംഗ് വേൾഡ്. എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. സിമ്പിൾ ആണ് മക്കളെ, പറയുന്ന മാത്രം പഠിക്കുക. സിമ്പിളായിട്ട് നമുക്ക് ബയോമോളിക്യൂൾസ് എടുക്കാൻ പറ്റും. നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യം എല്ലാ ടേബിളുകളും ബയോമോളിക്യൂൾസ് പഠിക്കണം. നമുക്കറിയാം ഒരു പ്രൈമറി, സെക്കൻഡറി, മെറ്റബോളൈറ്റിന്റെ ടേബിൾസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിക്കുക ഒരു പ്രോട്ടീൻ്റെ ഫംഗ്ഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീനും അതിൻ്റെ ഫംഗ്ഷനുകളും തരുന്ന ഒരു ടേബിൾ ഉണ്ട്. അത് മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചോളുക. 1 വേർഡും 2 മാർക്ക് ക്വസ്റ്റിനാലും കണ്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ടും പഠിക്കുക. പിന്നെ നമ്മൾ ബയോമോളിക്യൂൾസ് കൃത്യമായിട്ട് നമ്മൾ 4 മോളിക്യൂൾസ് വെച്ചാൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? പോളിസാക്കറൈഡ് ഉണ്ട്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്. അപ്പോൾ ഇത് 3 നമ്മുടെ ഏതാണ്? പോളിസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡും ബയോ മാക്രോ മോളിക്യൂൾസ് ആണ്. സൈസ് വൈസ് ആയാലും ബാക്കി കാര്യങ്ങളായാലും ബയോ മാക്രോ മോളിക്യൂൾസ് ആണ്. ലിപ്പിഡ് അവിടെ ഒരു എക്സെപ്ഷൻ ആണ്, അത് എല്ലാവർക്കും അറിയാം, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലിപ്പിഡ്സ് എന്തുകൊണ്ട് നമ്മൾ സൈസ് വൈസ് അത് ബയോ മൈക്രോ മോളിക്യൂൾ ആണെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മൾ മാക്രോ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിന്റെ റീസൺ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് പഠിച്ചോളുക. അത് ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. വിത്ത് എക്സാമ്പിളുകൾ പഠിക്കുക. ഫിഗർ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഏത് സ്ട്രക്ചർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും വിത്ത് എക്സാമ്പിളുകൾ, ഫിഗറുകൾ പഠിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ എൻസൈം ആക്ഷൻ, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ്. പിന്നെ പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് എൻസൈം. ഒരു 6 ടൈപ്പ് ഓഫ് എൻസൈം ഉണ്ട്. നമ്മുടെ ഓക്സിഡോറിഡക്ടേസസ്, ട്രാൻസ്ഫറേസസ്, ലിഗേസ് എന്നൊക്കെ പറയുന്നത് എൻസൈം. അത് പഠിക്കണം. ലാസ്റ്റ് കോഫാക്ടറുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഫാക്ടറുകൾ. 3 ടൈപ്പ് കോഫാക്ടറുകൾ ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ വിത്ത് എക്സാമ്പിളുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചിരിക്കണം. പിന്നെ ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ്, പിന്നെ ഫാക്ടർ അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, നമ്മുടെ ടെമ്പറേച്ചർ, pH, പിന്നെ കോൺസെൻട്രേഷൻ ആദ്യം കൂടുന്നു, പിന്നെ Vmax അതിനേശം കൂടുന്നില്ല, കോൺസ്റ്റന്റ് ആണ് സ്പീഡ്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഏത് ചാപ്റ്റർ? ബയോമോളിക്യൂൾ. സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ഞാൻ ഈ അനിമൽ കിങ്ഡം വെച്ച കാരണം എല്ലാവരും ആദ്യമേ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും? മറന്നുപോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഓർഡർ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി തേക്കുന്നു, ഈ ഒരു 6 ചാപ്റ്റർ തേക്കുന്നു. റെസ്പിറേഷൻ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂറൽ കൺട്രോൾ, നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ വരെ ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ്, വലുതായിട്ടും. നെക്സ്റ്റ് നമ്മൾ ലിവിംഗ് വേൾഡ് 1 മാർക്കിന്റെ കൂടി 2 മാർക്കിന് ചോദിക്കാനുള്ള ചോദ്യം ലിവിംഗ് വേൾഡ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അതിനുശേഷം ബയോമോളിക്യൂൾസ് ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. ലാസ്റ്റ് ആണ് അനിമൽ കിങ്ഡം. എല്ലാവർക്കും അറിയാം 11 ഫൈലം വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, പഠിച്ചോളുക. എക്സാമ്പിളുകൾ, ഫിഗറുകൾ, ടേബിളുകൾ ഒന്നുമില്ല മക്കളെ. 11 ഫൈലമുണ്ട്. ഓരോ ഫൈലത്തിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. ഇന്ന ഫൈലം ഒരു 5-6 പോയിന്റുകൾ. ഓരോ ഫൈലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇന്ന ഫൈലത്തിൽ എന്താണ് പ്രത്യേകത. ഇപ്പോൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, ചില ഇതിൽ വാട്ടർ കനാൽ സിസ്റ്റം കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക? എക്സ്ക്രീറ്ററി മറ്റേ സ്ട്രക്ചേഴ്സ്, നമ്മുടെ ഫ്ലെയിം സെൽസ്, നെഫ്രീഡിയ, മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഏതൊക്കെ ഫൈലത്തിൽ കാണപ്പെടുന്നുണ്ട്, ഏതൊക്കെ ജീവികളിൽ കാണപ്പെടുന്നുണ്ട്, അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ച രീതി എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണ്, സീലം ഉണ്ടോ ഇല്ലയോ, സിമെട്രി ഉണ്ടോ ഇല്ലയോ, ജേം ലേയേഴ്സ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ പഠിക്കുക. അപ്പോൾ തന്നെ ഓരോ ഫൈലത്തിന്റെ 4 പോയിന്റുകളായി. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക? ഓരോ ഫൈലത്തിലെയും സ്പെഷ്യാലിറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നോക്കിയിട്ട് പ്രത്യേകതയുള്ള ഓരോ പോയിന്റുകൾ ഓരോ ഫയലത്തിൽ എഴുതി വയ്ക്കുക. മിനിമം 11 ഫയലത്തിന്റെ ഓരോ ഫയലത്തിന്റെ 5-6 പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഏതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഏതൊക്കെ ഇതിന്റെ സൈഡിൽ കാണപ്പെടുന്നുണ്ട്, 1 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എക്സാമ്പിളുകൾ ഒന്നും വിട്ടുപോകല് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വേണ്ട ക്വസ്റ്റൻ ആണ് എക്സാമ്പിളുകൾ. പിന്നെ പറയാനുള്ള കാര്യം ഫിഗറുകൾ കണ്ടിട്ടുണ്ട്. റീസെന്റ് ചോദിച്ച ക്വസ്റ്റൻ നിഡോബ്ലാസ്റ്റ് തന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഏത് ജീവിയിൽ കാണപ്പെടുന്നു അല്ലെങ്കിൽ ഏത് ഫൈലത്തിൽ വരുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ ഫിഗർ പോലും നമുക്ക് വിടാനില്ല. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ ടേബിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച ടെസ്റ്റ് ലാസ്റ്റ് ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വായിച്ചു വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സാരാംശ രൂപം, സമ്മറി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ചാപ്റ്ററിന്റെ രൂപം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അനിമൽ കിങ്ഡം. 9 മാർക്ക്
ചോദിക്കുന്ന ചോദ്യം എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററാണ് ഇത് അനിമൽ കിങ്ഡം. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ സുവോളജി പഠിക്കാനുള്ള സ്റ്റഡി പ്ലാനാണ്. അനിമൽ കിങ്ഡം ഏറ്റവും അവസാനം പഠിക്കുക. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഓർഡർ തന്നെ എന്ത് ചെയ്യുക, സുവോളജി പഠിച്ചു വയ്ക്കുക. സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, 30 മാർക്ക് ചുമ്മാ നമുക്ക് സ്കോർ ചെയ്യാൻ വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഏതിൽ സുവോളജി സ്കോർ ചെയ്യാൻ. മക്കളെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി കമന്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏത് ടോപ്പിക്സ് ആവട്ടെ, അനിമൽ കിങ്ഡം ആവട്ടെ, ഹ്യൂമൻ ഫിസിയോളജി ആവട്ടെ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആവട്ടെ, എന്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. കൂടാതെ ബോട്ടണിയുടെ ഇതേപോലെ ബോട്ടണിയുടെ സ്റ്റഡി പ്ലാനുമായിട്ട് എന്ത് ചെയ്യാം, ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 മാർക്കിനല്ല 39 മാർക്കിന് സുവോളജി ക്വസ്റ്റ്യൻസ് കാണപ്പെടും. ദാറ്റ് മീൻസ് ഓവർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ അത്രയും ക്വസ്റ്റ്യൻ വരും. കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. 30 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്റ്റഡി പ്ലാനാണിത്. കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ.